ഗൈസ്, ഞാൻ പറഞ്ഞിരുന്നു ആ ഗെയിമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കോപ്പ് ആൻഡ് റോബേഴ്സ് പിക്കിൾ ക്രാഫ്റ്റിംഗ് ഗൺ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ല സൂപ്പർ ഗെയിം തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് കുറേ വെപ്പൺസൊക്കെ എടുക്കാൻ പറ്റും. ഈ നടുക്ക് കാണിക്കുന്ന റെഡ് കണ്ണുണ്ടല്ലോ, അതാണ് റെഡ് ഡെവിൾ എന്ന് പറയും. കുറച്ച് ഗൺസൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സൂപ്പർ ഹിറ്റ് ഗെയിമാണ് കേട്ടോ ഇത്. എനിക്കും നല്ല രീതിയിൽ ഇഷ്ടമൊക്കെ പെട്ടു. നിങ്ങളും കളിച്ച് നോക്കണം. സൂപ്പർ സാധനം തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് മൾട്ടി പ്ലെയർ ഉണ്ടെന്നാണ് ഈ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്ന ഒരു ലെവൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ മോഡാണ് കേട്ടോ ഗൈസ്. ഈ ഫോണിനകത്ത് അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ഒരു ക്ലാസിക്കൽ മോഡുണ്ട്. നമുക്ക് മ്യൂട്ടേഷൻ മോഡിനകത്തുള്ള വെപ്പൺസും മ്യൂട്ടേഷൻ ആനിമലിനെയൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് മ്യൂട്ടേഷൻ എന്ന മോഡുണ്ട്. പിന്നെ എന്തോ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ മോഡുണ്ട്. പിന്നെ അവസാനം നിങ്ങൾ ലെവൽ 10 കഴിഞ്ഞാൽ മാത്രമേ സീസൺ എന്ന് പേരുള്ള ഒരു പവർഫുൾ മോഡ് നിങ്ങൾക്ക് ഓപ്പൺ ആകത്തുള്ളൂ. നമുക്ക് തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇതാണ് ആദ്യം കാണിക്കുന്നത് തന്നെ. പക്ഷേ ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട്. എൻ്റെ മൊബൈലിരിക്കുന്നത് ഇതുപോലെ തുറക്കമല്ല. ഈ ഇരിക്കുന്ന ആ തോക്കത് തന്നെ, ഇയാൾ വ്യത്യാസമാണ്, ഈ മരത്തലയൻ. പിന്നെ ഇരിക്കുന്നത് ഇവനും അത്യാവശ്യമാണ്. പക്ഷേ ഈ 3 പേരും ബാക്കിയല്ല അതുപോലെ തന്നെയുണ്ട് കേട്ടോ ഗൈസ്. ഇത് നല്ല ഗെയിം പ്ലേ തന്നെയാണ്. യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ സാധനം തന്നെയാണ്. എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് വേറെ എന്തായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അതെല്ലാം കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളവിടെ തപ്പി ഗെയിം അതാണ് ഇപ്പോൾ ഇവിടെ പോയി ഇനി വീഡിയോ അടിക്കണോ ഗൈസിൻ്റെ പേര് കോപ്പ്. പി എന്തിയുടെ പൊട്ട പി കോപ്പ്. പിന്നെ വലിയ അക്ഷരം റോബർ. ഓക്കെ ഗൈസ്, എന്തോ തകരാറുണ്ട്. കോപ്പർ. ഓക്കെ ഗൈസ്, നമുക്കിവിടെ നറുക്കടിച്ചേക്കുന്ന ആ എന്നെ വലുതായിരുന്നു. അതുതന്നെ അടിക്കാം. ഓക്കെ സ്പേസ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്താൽ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതെന്തോ സാധനം, സർവൈവൽ വാർ. അപ്പോൾ കഴിച്ച് ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞിരുന്നു അതാണ്ട് കഴിച്ച് താഴെ കിടപ്പുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഗെയിം. ഉറപ്പായി നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തെ പരിപാടികളെ കൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നോക്കട്ടെ ഗൈസ്, നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യുന്ന പരിപാടിയുണ്ട്. എനിക്കിഷ്ടമുള്ളത് തന്നെ കളിക്കുകയൊക്കെ ചെയ്യാവുന്നൊരു ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാരെ കണ്ട വയസ്സ് കുറേ ഇതിട്ടിട്ടുണ്ട് കളിക്കുന്നവരുടേത്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ മൈൻക്രാഫ്റ്റ് പോലത്തെ ഗെയിംസാണ് കേട്ടോ. കണ്ടോ ഈ മൈൻക്രാഫ്റ്റ് ഗെയിംസ് കണ്ടോ. ഇതിനകത്ത് പ്ലെയേഴ്സിനൊക്കെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീവിനെയൊക്കെ അറിയാം. പിന്നെ നമുക്ക് റിയലായിട്ട് കളിക്കണമെങ്കിൽ PC കളിക്കാൻ പറ്റുന്നത് ബാക്കിയാണ്. അപ്പോൾ ഗൈസ്, ഉറപ്പായും ട്രൈ ചെയ്യുക. ഇതിനകത്ത് ഞാനും ഉണ്ട്. പ്ലെയർ 1 2 3 പ്ലെയറുണ്ട്. സ്പൈഡർമാനാണ്. നിങ്ങൾക്ക് ഗെയിമിൽ ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടീമിലാണ് കയറുന്നതെന്ന് യാതൊരു പിടിയില്ല. ഇതിനകത്ത് കുറേ വെപ്പൺസും ഉണ്ട്. അപ്പം അടുത്ത വീഡിയോ വരുന്നതിനാണ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായും ഒരിക്കലും ഞാൻ ഇത് നോക്കുക ഗൈസ്, ഇങ്ങനെ ഗെയിമുകൾക്ക് അഡിക്റ്റ് ആവരുത്. മീൻസ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ്. നമ്മളിത് കൂടുതലായിട്ട് ശീലമാക്കരുത്. നമ്മുടെ ഐസിന് പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമേ ഇത് കളിക്കാവൂ. പിന്നെ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കുക. അപ്പം അടുത്ത വീഡിയോ ബൈ. ഇറ്റ്സ് മീ ശ്രാവൺ.